എന്നതാണ് തോന്നുന്നത്. നമ്മൾ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് തുറന്നു പറയുകയാണ് SDPI. രാഷ്ട്രീയ മാന്യത കാരണമാണ് ഇത് പുറത്തു പറയാതിരുന്നത്. പിന്തുണച്ചതിന്റെ ഫലം ലഭിച്ചു. SDPIയോട് ശരിയായ നിലപാട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വില കൊടുക്കേണ്ടി വരും എന്നും നേതാക്കൾ പറയുകയാണ്. അവരുടെ വാക്കുകളിലേക്ക്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞത് എല്ലാവരും കെട്ടിത്തന്നോ നിങ്ങൾ എതിരാളിക്ക് കൊടുക്കുമെന്ന് എന്നെ പറഞ്ഞിട്ടല്ലോ. ഇവരുടെ ഇഷ്ടവും അനിഷ്ടവും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ഞാൻ നിലപാട് തന്നെ ഞങ്ങൾ ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്നതിന്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. ഇത് ഫലത്തിന് ഞങ്ങൾ തിരിച്ചിരിക്കാൻ വേണ്ടി അവർ താമസിച്ചിട്ട് ദേശീയ തലത്തില് മാർക്സിസത്തിന്റെ ആർഎസ്എസിന്റെ ഏതെന്ന് വന്ന ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ സമയത്തിൽ കേരളത്തിൽ ഈ സമയത്ത് ജീവിച്ചു കേരളത്തിലെ ആളുകൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നു ദേശീയ തലത്തിൽ മാറ്റം വരുത്തിയ നേമത്ത് ശിവൻകുട്ടി ജയിച്ചത് SDPI സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ടാണ് എന്ന് അവകാശപ്പെടുന്നു. മഞ്ചേശ്വരത്ത് ത്യാഗം ചെയ്യുന്നത് കാരണമാണ് ലീഗ് ജയിക്കുന്നത് എന്നും SDPI നേതാക്കൾ പറയുകയാണ്. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അനീഷ്, പാലക്കാട് SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരായ വലിയ പോരാട്ടം എന്ന നിലയിൽ CPM വാക്കുകൾ കടുപ്പിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുന്നത്. നിയമത്തെ കാര്യമൊക്കെ എടുത്തു പറയുന്നുണ്ട്. എന്തായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിന്റെ ലക്ഷ്യം? എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? കഴിഞ്ഞ 2 ദിവസമായി കോഴിക്കോട് SDPIയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടത്തിയായിരുന്നു. ഇതിന്റെ ഒടുവിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർ മാധ്യമങ്ങളെ കാണുകയുമായിരുന്നു. ഈ കാര്യത്തിലാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങൾ UDFന് പിന്തുണ പ്രഖ്യാപിച്ചതായി പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. എന്നാൽ പക്ഷേ ഇക്കാര്യം ഒരു ചർച്ചയിലൂടെ എടുത്ത തീരുമാനത്തിനൊടുവിലല്ല, അല്ലെങ്കിൽ UDFും SDPIയുമായി നടത്തിയ ചർച്ചയുടെ ഒടുവിലല്ല ഇത്തരമൊരു തീരുമാനം എടുത്തതെന്ന് അവർ പറയുന്നു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി തന്നെ UDFനാണ് പിന്തുണ SDPI നൽകിയത്. ഇക്കാര്യത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചർച്ച നടന്നില്ല എന്ന് തങ്ങൾ പറയില്ല. പക്ഷേ ഈ ചർച്ച നടത്തിയ കാര്യം ഇതുവരെ പുറത്തു പറയാതിരുന്നത് രാഷ്ട്രീയ മാന്യത മൂലമാണ് എന്നാണ് അവർ പറയുന്നത്. കൃത്യമായ ചർച്ച നടന്നു തന്നെ SDPI സമ്മതിക്കുന്നു. UDF നേതാക്കളടക്കം നേരത്തെ ഇക്കാര്യം തള്ളിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും പിന്നീട് രാഷ്ട്രീയ വേദികളിലൊക്കെ CPM ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം കൂടിയായിരുന്നു SDPI UDF ബാന്ധവം, അല്ലെങ്കിൽ കോൺഗ്രസ് SDPയുമായി ബന്ധപ്പെടുന്നു എന്ന രീതിയിലൊക്കെ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ ആ സമയത്തൊക്കെ അത് പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ SDPI ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഒരു പിടി മണ്ഡലങ്ങളിൽ ഈ SDPIയുടെ പിന്തുണയില്ലാതെ, അല്ലെങ്കിൽ SDPI സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തോൽക്കുന്ന സാഹചര്യം 2 മുന്നണിക്കും ഉണ്ട് എന്നും അവർ പറയുന്നു. പ്രത്യേകിച്ചും മഞ്ചേശ്വരം പോലുള്ള മണ്ഡലത്തിൽ BJPക്ക് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ്. അവിടെ SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഗണ്യമായ വോട്ട് SDPക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ലീഗാണ് ജയിക്കുന്നത്. പക്ഷേ തങ്ങളുടെ നിലപാട് ഇങ്ങനെ തങ്ങളെ നിരന്തരം അവഗണിച്ചുകൊണ്ടിരുന്നാൽ ഇത്തരമൊരു നിലപാടാവില്ല ഇനി സ്വീകരിക്കുന്നത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ നേമത്ത് ശിവൻകുട്ടി ജയിച്ചത് SDPയുടെ വോട്ടുകൾ പൂർണ്ണമായും ചിഹ്നിച്ചിതറി പോകാതിരുന്ന സാഹചര്യത്തിലാണ് എന്ന് അവർ പറയുന്നു. പത്തനംതിട്ടയിലടക്കം CPM SDPI പിന്തുണയോടെ ഭരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴും SDPയ്ക്കൊരു അസ്പർശ്യത കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നു. ഈ ഒരു അസ്പർശ്യത അവസാനിപ്പിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും UDFനുള്ള ഒരു മുന്നറിയിപ്പായി തന്നെ നമുക്ക് ഈ കാര്യം വിലയിരുത്താം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകി, ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം വയനാടടക്കം പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം. പക്ഷേ പരസ്യമായി ഈ പിന്തുണയെക്കുറിച്ച് തുറന്നു സമ്മതിക്കാൻ നേതാക്കൾ തയ്യാറാവാതിരിക്കുക. ഇത്തരം പിന്തുണയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതൊരു സമ്മർദ്ദ തന്ത്രം കൂടിയാണോ SDPIയുടേത്? LDF നിലപാട് കടുപ്പിക്കുന്നു, CPM പരസ്യ പ്രതികരണങ്ങളിലേക്ക് എത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രമായി നമുക്കിതിനെ കാണണം. തീർച്ചയായും ഒരു സമ്മർദ്ദ തന്ത്രം തന്നെയാണ് പ്രയോഗിക്കുന്നത്. കാരണം അവരുടെ വാക്കുകൾ തന്നെ ഇതുണ്ട്. മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണിനെ കുറിച്ചൊക്കെ അവർ പറയുന്നു. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പായി BJPക്ക് ഗണ്യമായി വോട്ട് വിഹിതം വർദ്ധിക്കുന്ന ഒരിടമാണ്. അവിടെ SDPക്ക് എല്ലാ ഇടങ്ങളിലും പ്രവർത്തകരുണ്ട്. മണ്ഡലം തലങ്ങളിലൊക്കെ പ്രവർത്തകരുണ്ട്. എല്ലാ ബൂത്തുകളിലും 141 ബൂത്തുകളിലും ബൂത്ത് പ്രവർത്തകരുണ്ട്. അവിടെ കാര്യമായി തന്നെ വോട്ടുകളുമുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. പലയിടത്തും പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ലഭിക്കുന്ന പാർട്ടിയുമാണ്. അതുകൊണ്ട് തങ്ങൾ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് UDF അവിടെ വിജയിക്കുന്നത്. മറിച്ച്
മത്സരമുഖത്തേക്ക് SDP കൂടെ എത്തിയാൽ വോട്ടുകൾ 3-ആയോ 4-ആയോ ചിഹ്നിച്ച് വരെ പോകുന്ന സാധ്യത LDF ഒരു വിഹിതം, UDF ഒരു വിഹിതം, SDP ഒരു വിഹിതം വന്നാൽ BJP ആ സീറ്റിൽ ജയിച്ചു കയറും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് UDF നൽകുന്നത്. ഒപ്പം LDF നൽകുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ രൂക്ഷമായ രീതിയിലാണ് SDP മുഖ്യമന്ത്രിയും മറ്റ് CPM നേതാക്കളും കടന്നാക്രമിക്കുന്നത്. പാലക്കാട് SDP UDF പിന്തുണ നൽകും എന്ന് പറഞ്ഞതും വലിയ തോതിൽ തന്നെ ചർച്ചയായി പാലക്കാട് മാറുന്ന ഒരു സാഹചര്യം. ഒപ്പം BJP ക്യാമ്പുകളും ഇക്കാര്യം ദേശീയ തലത്തിൽ പോലും ചർച്ചയാക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഇത്തരത്തിൽ പരോക്ഷമായ പിന്തുണകൾ സ്വീകരിക്കുമ്പോൾ തിരിച്ചൊരു സഹായം ഒരിടത്തു നിന്നും ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ മറിച്ച് ഇങ്ങനെ ഒരു പിന്തുണ ലഭിക്കുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നതിനോ തങ്ങളുടെ സഹായം കൊണ്ടാണ് ജയിക്കുന്നത്. ശരി, എന്തായാലും SDPI ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ കൂടി UDFനോടും രണ്ട് മുന്നണികളോടും ചില കാര്യങ്ങൾ പറയുകയാണ്. ആരൊക്കെ വോട്ട് മേടിച്ചു, എവിടെയൊക്കെ സഹായിച്ചു എന്ന കാര്യത്തിൽ ഒരു തുറന്നു പറച്ചിൽ, ഇതുവരെ രാഷ്ട്രീയ മാന്യത കൊണ്ട് പറയാതിരുന്ന കാര്യങ്ങൾ SDPI തുറന്നു പറയുന്നു. നമ്മൾ